ഇന്ന് ഒഴുകിയെത്തിയ ജനസാഗരത്തെ സാക്ഷി നിർത്തി കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. കേരളം ശരിക്കും ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു വി.ഡി. സതീശൻ. ഒരുപാട് വാഗ്ദാനങ്ങളാണ് വി.ഡി. സതീശൻ ജനങ്ങൾക്ക് വേണ്ടി നൽകിയത്. കസേരയ്ക്ക് പിടിവലി കൂട്ടുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു പ്രകടിപ്പിച്ചത്. ഒടുവിൽ അത് തന്നെയായിരുന്നു ഇപ്പോൾ നടന്നത്. പക്ഷേ യുവാക്കൾക്ക് ഒരുപാട് വാഗ്ദാനം നൽകി. അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ, അവർക്ക് കാശ് കൊടുത്തല്ലേ ഈ വാഹനങ്ങളൊക്കെ വാങ്ങുന്നത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത മോഡിഫിക്കേഷനൊക്കെ നല്ലതല്ലേ എന്ന് മുൻപ് വി.ഡി. സതീശൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തെ ഇപ്പോഴാ ശക്തമായി എതിർത്തുകൊണ്ട് അഖിൽ മാരാർ രംഗത്ത് വരികയാണ്. പക്ഷേ അഖിൽ മാരാർ പറയുന്ന ഈ ഒരു കാര്യം എന്തായാലും കുറെയൊക്കെ സത്യങ്ങളുമാണ്. കാരണം മോട്ടോർ വാഹന മോഡിഫിക്കേഷൻ നിയമങ്ങൾ കേന്ദ്രത്തിൻ്റെതാണ്, അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽപ്പെടുന്നതല്ല. അതിൽ സുപ്രീം കോടതിയുടെ വിധികളുമുണ്ട്. വി.ഡി. സതീശൻ ഇക്കാര്യം അറിയാത്തത് കൊണ്ടല്ലെന്നും അധികാരത്തിലെത്താൻ നിങ്ങളെയൊക്കെ പറ്റിച്ചതാണെന്നുമാണ് അഖിൽ മാരാർ ആരോപിക്കുന്നത്. ഇക്കാര്യം രമേശ് ചെന്നിത്തലയോട് താൻ ആദ്യം പറഞ്ഞിരുന്നുവെന്നും ആരെയും പറ്റിച്ച് അധികാരത്തിലെത്താൻ ആഗ്രഹമില്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അതിന്റെ നിയമവശങ്ങളൊക്കെ തനിക്ക് പറഞ്ഞു തന്നതെന്നും അഖിൽ മാരാർ പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്രമാണ്. കേന്ദ്രത്തിൽ നിന്നും എന്തെങ്കിലും ഒരു തീരുമാനമാവാതെ ഇവിടുത്തെ ഒരു വ്യക്തിക്കും വാഹനത്തിൽ മോഡിഫിക്കേഷൻ വരുത്താനും പറ്റില്ല. ഇതിനെക്കുറിച്ച് വിജയിച്ചതിന് ശേഷം ചോദിച്ചപ്പോഴും വി.ഡി. സതീശൻ മൗനം പാലിക്കുകയും ഒരു ചിരിയോടെ ഒതുക്കുകയുമാണ് ചെയ്തത്. എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.